നാം എല്ലാം ഇവിടെ വന്നുകൂടിയിരിക്കുന്നത് അനുഗ്രഹകരമായ ദൈവദൂത് കേൾക്കുന്നതിന് വേണ്ടിയാണല്ലോ. മാർട്ടിൻ അൽഫോൻസ് ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. ശ്രദ്ധിച്ച് ദൈവവചനം കേട്ടാട്ടെ. നിങ്ങളെ ഏവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. It is always an enormous honor for anyone to be invited to speak at this great Maramon Convention. ഈ മാരാമൺ മഹായോഗത്തിൽ പ്രസംഗകനായി ക്ഷണിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു പദവിയായിട്ട് കണക്കാക്കുന്നു. As far as I am concerned, I do know I do not deserve this honor. ഈ വലിയൊരു പദവി സ്വീകരിപ്പാൻ തക്കവണ്ണം ഞാൻ ഒട്ടും യോഗ്യനല്ല എന്ന് എനിക്കറിയാം. But I praise God for conferring this unique honor on me repeatedly for the past many years. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്നെ ഈ പദവിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നതിന് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. I am also most profoundly grateful to our ബഹുമാനപ്പെട്ട Suffragan Metropolitan for his gracious invitation that he extended to me on behalf of all of you to be here in this year's convention. എന്നെ ഈ കൺവെൻഷന് ക്ഷണിച്ചതിന് വേണ്ടി സഫ്രഗൻ മെത്രാപ്പോലിത്ത തിരുമനസിനോടും മറ്റുള്ള എല്ലാവരോടും എൻ്റെ പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. As it has been announced, the theme for this year's convention is Live the Gospel. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വർഷത്തെ കൺവെൻഷന്റെ മുഖ്യ ചിന്താ വിഷയം സുവിശേഷത്തിൽ ജീവിക്കുക അഥവാ സജീവ സുവിശേഷം എന്നുള്ളതാണല്ലോ. Mere proclamation of the gospel without practicing it in our daily life will only project the gospel as an elegant but an empty philosophy. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ എത്തിക്കാത്തതായുള്ള സുവിശേഷം എന്ന് പറയുന്നത് തികച്ചും ഫലശൂന്യമായിരിക്കും, അർത്ഥമില്ലാത്തതായിരിക്കും. But the gospel is not an elegant and empty philosophy. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് കേൾക്കുവാൻ സുഖമുള്ള മനോഹരമായ ഒരു തത്വശാസ്ത്രം മാത്രമല്ല. The gospel is an essential reality that we are called to practice. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ എത്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് സുവിശേഷം. We are called by God to put into practice in our personal lives the gospel which we preach to others. നമ്മൾ മറ്റുള്ളവരോട് പ്രസംഗിക്കുന്ന സുവിശേഷം നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആഹ്വാനം തരുന്നു. Both preaching and practicing the gospel was powerfully demonstrated by a servant of God many centuries ago. പ്രസംഗിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഈ സുവിശേഷത്തെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ദൈവദാസൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട Suffragan Metropolitan in his presidential address made a quotation from St. Francis of Assisi. സഫ്രഗൻ മെത്രാപ്പോലിത്ത തിരുമനസുകൊണ്ട് ആമുഖ പ്രസംഗത്തില് സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയെ കുറിച്ച് ഉള്ള ഒരു പരാമർശനം നടത്തിയല്ലോ. Francis was born to a very affluent family in Venice, Italy. ഫ്രാൻസിസ് ഇറ്റലിയിലുള്ള ഒരു സമ്പന്ന കുടുംബത്തിൽ ജാതനായവനാണ്. But when God called him to his ministry, he renounced everything, sold all his property, distributed to the poor and became a monk. എന്നാൽ ദൈവത്തിന്റെ വിളി കേട്ടതായുള്ള അവസരത്തില് അദ്ദേഹം തനിക്കുണ്ടായിരുന്നതൊക്കെയും ഉപേക്ഷിച്ച് അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് അദ്ദേഹം ഒരു സന്യാസ സമൂഹത്തിന്റെ ഭാഗമായി തീർന്നു. He was a great lover of God and a passionate preacher of the gospel. അദ്ദേഹം ദൈവത്തെ സ്നേഹിക്കുന്നവനും അതോടൊപ്പം ശുഷ്കാന്തിയോടുകൂടി വചനം ഘോഷിക്കുന്നവനുമായിരുന്നു. One evening Francis told his companion, why not we just go around the neighborhood and the villages and preach the gospel? ഒരു 4 മണി സമയത്ത് തന്റെ കൂടെ ഉള്ളതായുള്ള മറ്റു സന്യാസിമാരോട് പറഞ്ഞു, അടുത്തുള്ളതായുള്ള ഗ്രാമത്തിൽ പോയി നമുക്ക് സുവിശേഷം പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. So both of them went. അവർ രണ്ടുപേരും അവിടേക്ക് പോയി. As they landed in the village, many people came to see them. അവിടെ ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ ഇവരെ കാണുവാനായി വന്നു. And this village people had all kinds of problems, physical, emotional and spiritual. ഈ ഗ്രാമവാസികൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ശാരീരികമായും വൈകാരികമായും സാമ്പത്തികമായുള്ള പല പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. Francis listened to them. ഫ്രാൻസിസ് അവരെ എല്ലാം കേട്ടു. He prayed with them. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. He counseled them. അവരെ ഉപബോധനം നൽകി. He encouraged them. അവരെ പ്രോത്സാഹിപ്പിച്ചു. He comforted them. അവരെ ആശ്വസിപ്പിച്ചു. Then suddenly they realized it was time to get back to the monastery. എന്നാൽ ഇതൊക്കെയും കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകേണ്ട സമയമായല്ലോ എന്ന് അവർ പെട്ടെന്ന് ഓർത്തു. So they are rushing back to the monastery. അവര് തിരിച്ച് തങ്ങളുടെ ആ സന്യാസ മഠത്തിലേക്ക് പോവുകയായിരുന്നു. As they were rushing, the companion asked him, Brother Francis, you said we'll go and preach the gospel, but we did not preach the gospel today. അവർ സന്യാസ മഠത്തിലേക്ക് തിരിച്ചു പോകുന്ന അവസരത്തിൽ കൂടെ പോയ ആള് ഈ ഫ്രാൻസിസിനോട് ചോദിച്ചു, നമ്മൾ സുവിശേഷം പ്രസംഗിക്കാനല്ലേ പോയത്, പക്ഷെ ഇതുവരെ അത് പ്രസംഗിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. In response, Francis said, I always preach the gospel, but use words
only if necessary. അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞത്, ഞാൻ എല്ലായ്പ്പോഴും സുവിശേഷം പ്രസംഗിക്കുന്നു, എന്നാൽ വാക്കുകൾ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. Both then and now the gospel has to be proclaimed both by our preaching and by our action. അപ്പോൾ മാത്രമല്ല, ഇപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അത് നമ്മുടെ പ്രവർത്തനത്തിലൂടെ പ്രാവർത്തികമാക്കി കാണിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. If only we preach the gospel to others but do not practice it in our lives, then the gospel we preach will be rightly criticized as a matter of hypocrisy. നമ്മൾ പ്രസംഗിക്കുക മാത്രം ചെയ്യുകയും അത് പ്രായോഗിക തലത്തിൽ എത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മെക്കുറിച്ചൊക്കെയും മറ്റുള്ളവർ പറയും, ഇതൊരു കപടഭക്തിയാകുന്നു എന്ന് പറയും. Many years ago, when some missionaries came to our country, they were excited to see some similarities between the gospel, the culture of India, and some of the culture of the people of Palestine in the first century. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തില് ചില സുവിശേഷ അറിയിപ്പാനായിട്ട് ചില മിഷണറിമാർ വന്നു. അവർ വന്നപ്പോൾ ഈ ഭാരതത്തിന്റെ സംസ്കാരമൊക്കെ കണ്ടപ്പോൾ പാലസ്തീൻ നാടിന്റെ സംസ്കാരവുമായിട്ടൊക്കെ പല ബന്ധങ്ങളുള്ള ഒരു നാടാണല്ലോ ഇത് എന്നവർക്ക് മനസ്സിലായി.